കൊല്ലത്ത് രാമനാട്ടുകരയിലുള്ള ഒരു യുവാവ് അനുഭവിക്കേണ്ടി വന്ന ഒരു ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു കാര്യവുമില്ലാതെ മനസ്സറിയാതെ 7 ദിവസം ജയിലിൽ കിടക്കാനിടയായി. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. അതിന് വളരെ കാര്യം ഇത്രയേ ഉള്ളൂ. അയാൾ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു അയാൾക്ക്. പക്ഷെ അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ മൊബൈൽ നമ്പർ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അങ്ങനെയും സംഭവിച്ചിട്ടില്ല. കാരണം അയാൾക്ക് അത് കുറച്ചുകൂടെ ഫാക്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇയാളുടെ ഈ മൊബൈൽ നമ്പർ അയാളെ പോർട്ട് ചെയ്ത് പലതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആദ്യമുള്ള മൊബൈൽ സേവന ദാതാവ് ഈ നമ്പര് വേറെ ആർക്കാണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത നമ്പർ വെച്ചുകൊണ്ട് അത് ഒരു ഓൺലൈൻ ട്രേഡിംഗ് ഫ്രോഡ് നടത്തി ഒരുപാട് പേരെ കളിപ്പിച്ചിട്ടുണ്ട്. കളിപ്പിച്ചത് ഈ പണം പോയേക്കുന്നതൊക്കെ വലിയ എമൗണ്ട് ഒക്കെ ഈ തൃശ്ശൂക്കാരന്റെ അക്കൗണ്ടിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഓൺലൈൻ ഫ്രോഡ് നടത്തി ഇതിലൊന്നും തട്ടിപ്പിലൊക്കെ ഇരയായ ആളുകൾ ഈ തട്ടിപ്പ് നടത്തി ഈ പണം പോയ ആളുകളെ പിടിക്കുന്നതിന് പകരം തെലങ്കാന പോലീസ് നേരെ വന്ന് ഈ പാവത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്തോ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ നമ്പറിൽ നിന്നാണ് ഇതൊക്കെ ചെയ്തേക്കുന്നതും ഈ ഫ്രോഡ് നടത്തിയിരിക്കുന്നത്. അയാൾ മനസ്സറിഞ്ഞ കാര്യമല്ല. അയാൾ അയാൾ നേരത്തെ ഉള്ള മൊബൈൽ സേവന ദാതാവിനെ അയാൾ ഉപേക്ഷിച്ചതാണ്. ഇപ്പൊ അവസാനം അത് പോർട്ട് ചെയ്ത് 2-3 പോർട്ട് ചെയ്ത് ജിയോയിലാണ് ഇപ്പോൾ ആ നമ്പർ ഉള്ളത്. ഇയാളുടെ നമ്പർ അയാളുടെ കയ്യിൽ ആ നമ്പർ ഉണ്ട്. പക്ഷെ അയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല, അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. തെലങ്കാന പോലീസ് വന്ന് ഇയാളുടെ കാര്യങ്ങളൊന്നും കേൾക്കാതെ ഇയാളെ പിടിച്ചിട്ട് ഈ മൊബൈലും വാങ്ങിയെടുത്ത് ഇയാളുടെ പേഴ്സും എടുത്ത് ഇയാളെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരൊരു വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കാമെന്ന്. അപ്പൊ അവര് കൊടുക്കാവുന്ന വക്കീലിന്റെ കാര്യം പറഞ്ഞപ്പോ ഇയാളുടെ അളിയൻ കൂടെ പോയി കേട്ടോ, തെലങ്കാനയിലേക്ക് പോയി. അവര് കൊടുക്കാന്ന് പറഞ്ഞ വക്കീലിനെ ഇവര് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വേറൊരു വക്കീലിനെ ഏർപ്പെടുത്തി. അന്നേരം മുതലേ ഇവന്മാർക്ക് വലിയ വിരോധമാണ് തെലങ്കാന പോലീസിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് പറഞ്ഞ വക്കീലിനെ വേണമായിരുന്നു, എന്നാലേ അവരുടെ കാര്യം നടക്കുള്ളൂ. ഇയാളുടെ കാര്യമല്ല, അവരുടെ കാര്യം നടക്കാൻ അതേ മാർഗമുള്ളൂ. അത് ഇവരൊരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടു. ഈ വക്കീൽ അന്വേഷിച്ചിട്ടൊന്നും എപ്പോ ഇയാളെ കോടതി ആരാക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിവ് കൊടുക്കാതെ ഇയാളെ കോടതി ആരാക്കിയിട്ട് ഇയാളെ റിമാൻഡ് ചെയ്ത് 7 ദിവസം ഇയാൾ ഒരു മനസ്സറിയാത്ത കാര്യത്തിന് ഇയാൾ ജയിലിൽ കിടന്നു. അയാളൊന്നും അറിഞ്ഞിട്ടില്ല. ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇയാളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് 2 ദിവസം മെനഞ്ഞാന്ന് ഇവിടെ ഡെക്കാത്തലോൺ എന്ന് പറയുന്ന കടയിൽ നിന്ന്, അതായത് ഈ എറണാകുളത്ത് നിന്ന് വൈറ്റിൽ നിന്ന് ഡെക്കത്തലോണിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്ട് 4500 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പോലീസുകാരന്മാരെ പോലെ കള്ളന്മാരാരെങ്കിലും ഉണ്ടോ? ഈ തെലങ്കാന പോലീസ് ചെയ്ത പണിയാണ്. എന്ത് ചെയ്യാൻ പറ്റും ഈ പാവത്തിന്? ഇനി ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എവിടൊക്കെ നടന്ന് വാങ്ങിക്കുന്നൊന്നും അയാൾക്കറിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരുപാട് ഇപ്പൊ തന്നെ ഏതാണ്ട് 10-26 കേസ് ഇയാളുടെ പേരിൽ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ചെയ്യാനൊക്കും? നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു മൊബൈൽ നമ്പർ നമ്മുടെ ഇന്ന് പോയി കഴിഞ്ഞാൽ, അതായത് ആ മൊബൈൽ നമ്പർ നമ്മൾ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ മാർഗമൊന്നുമില്ല നമുക്ക്. കാരണം നമ്മുടെ ഈ ഐഡന്റിറ്റി കാർഡും അതേപോലെ ആധാറും ഒക്കെ കൊടുത്താണ് നമ്മുടെ മൊബൈൽ സിം കാർഡ് നമ്മൾ സമ്പാദിക്കുന്നത്. ഈ സിം കാർഡ് നമ്മൾ പ്രീപെയ്ഡ് ആണെന്നിരിക്കട്ടെ, നമ്മളത് ഉപയോഗിക്കുന്നില്ല. കാരണം നമുക്കിനി വേണ്ട. ഈ പ്രീപെയ്ഡ് ആകുമ്പോൾ നമ്മളൊന്നും അനങ്ങണ്ട, ഒരു കാര്യമില്ല. കാരണം നമ്മൾ പിന്നെ പണം അടയ്ക്കാതിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് പോവും. ഈ നമ്പർ ഈ സേവന ദാതാക്കൾ വല്ലവർക്കും കൊടുക്കുമ്പോൾ എന്താണെന്നറിയാവും, ഒരു കാലത്ത് ഈ നമ്പർ നമ്മൾ ഉപയോഗിച്ചിരുന്നുണ്ടോ? അത് വെച്ചോണ്ട് യവന്മാർ വല്ല കള്ളത്തരവും കാണിച്ചു കഴിഞ്ഞാൽ, ഈ സബ്സിക്വന്റ് ആയിട്ട് കിട്ടുന്നവര് എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ നേരത്തെ ഉള്ള ആളിന്റെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ? മനസ്സറിഞ്ഞ കാര്യമല്ലല്ലോ. പോലീസ് അത് ശരിയായി അന്വേഷിക്കാതെ ഇവിടെ വന്നിട്ട് ഇയാളെ ഈ പാപത്തിനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിട്ടു. ഇതാണ് കാര്യം. അത് അവർക്കെതിരെ ശരിയായ നടപടി വേണം കേട്ടോ. അത് ആ അഡ്വൈസ് ഞാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം അയാൾ ഇവിടെ മുൻകൂർ ജാമ്യം എടുക്കാൻ വരണം. ഇനി ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് കൂടാതെ ഈ തെലങ്കാന പോലീസിനെതിരെയും തെലങ്കാന ഗവൺമെന്റിനെതിരെയും ഇതുപോലെ അയാളെ അന്യായമായി ജയിലിട്ടതിനും ഒക്കെ ആയിട്ട് വലിയ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കേസ് കൊടുക്കണം. ആ മാർഗമേ ഉള്ളൂ. അത് അയാൾ ചെയ്യണം. അതാ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? കഴിയുന്നതും ഒരു മൊബൈൽ നമ്പർ നമ്മൾ എടുത്താൽ
അത് നമ്മൾ പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതല്ലാതെ ഒരു കാരണവശാൽ ഇത് കളയരുത്. കളയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നേക്കാം ഭാവിയിൽ. അതല്ലാതെ നമുക്ക് ഒരു മാർഗവുമില്ല. കാരണം അപ്പോൾ അതല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രോഡും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഇതുപോലെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഇത് തടയണമായിരുന്നു. യവന്മാരുടെ കൂടി ഇയാളെ അയക്കാൻ പാടില്ലായിരുന്നു ഈ തെലങ്കാനയിൽ. അങ്ങനെയാണ് അയാളുടെ പേഴ്സും പിടിച്ചു പറിച്ച് അയാളെ അതിനകത്ത് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ദുരുപയോഗം ചെയ്തേക്കാം. അത് ഏറ്റവും വലിയ കൊള്ളയല്ലേ നടത്തുന്നത് പോലീസിന്റെ പേരിൽ. ഈ രീതിയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ചതിക്കുഴികളിൽ വീഴാതെ നോക്കണം. ഇതുപോലെ മൊബൈൽ നമ്പർ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ സേവനദാതാവിനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മളത് പോർട്ട് ചെയ്ത് ആ ഇഷ്ടമുള്ള സേവനദാതാ അടുത്തോട്ട് നമ്മൾ അതിൽ ചേരണം. അല്ലാതെ കഴിയുന്നത് ആവശ്യമില്ലാതെ നമ്പറുകൾ എടുക്കുകയും ചെയ്യരുത് ഒരിക്കലും. കാരണം 1-2 നമ്പർ ഒരാൾക്ക് വേണം, അത് മതി. അതിൽ കൂടുതൽ നമ്പർ എടുത്തു വെച്ച് ഒന്നും ചെയ്യാൻ പോകരുത്. വളരെ അപകടകരമായ ഒരു കാര്യമാണ്. പിന്നെ ഇത് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ഒരിക്കൽ ഒരു നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രീപെയ്ഡ് ആണ്, ഞാൻ അത് അടച്ചുകൊണ്ടിരുന്നു ഒരാവശ്യമില്ലാതെ. ഇതുപോലെ കളയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പൈസ അടച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടൊന്നും കാൾ വേണ്ട, ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൈസ 3 മാസം തോറും അടച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഇതിന്റെ സമയം കഴിഞ്ഞു പോയി. ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന്റെ പൈസ വീണ്ടും അടച്ചു കൊടുക്കാനായിട്ട് ഞാൻ അയച്ചപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞത് പോയി, ലാപ്സായി പോയല്ലോ, ഞാൻ നമ്പറിൽ പോയി. അത് ഞാൻ ഞാൻ അതിന് ഭയന്നിരിക്കുന്ന. കാരണം ഇതിനി വല്ലവരും കൊടുത്തിട്ട് അവസാനം ഇതങ്ങനെ പറയാൻ വരികയില്ല. കാരണം അത് ഹൈക്കോടതിയിൽ ഇരുന്ന് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് എളുപ്പമായിട്ട് ആരും വരത്തില്ല. കാരണം ഹൈക്കോടതി വഴി എടുത്തേക്കുന്നതാണത്. അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നെന്നിരിക്കാം. ഇത് ഇയാൾ പോർട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ട് പോലും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് പോലെ ഏതോ ഒരു സിം കാർഡ് വീണ്ടും ഏതോ ഒരുത്തൻ സമ്പാദിച്ചിട്ട് ചെയ്തേക്കുന്ന പണിയാണ് ഇത്. അത് വെച്ചുകൊണ്ട് ഓൺലൈൻ ഫ്രോഡ് ട്രേഡിംഗ് മുഴുവൻ നടത്തി പലർക്കും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ പാവം പിടിച്ചുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല, വെറുതെ പിടിച്ചോണ്ട് പോയി 7 ദിവസം ജയിലിൽ കിടന്നു. ഇനി കിടക്കാതിരിക്കാനുള്ള മാർഗം അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടിഞ്ഞ് പോരുന്നു. കാരണം അവിടെ ഇനി 26 കേസുകളോളം രജിസ്റ്റർ ചെയ്തെന്നാ പറയുന്നത് ഇയാളുടെ പേർക്ക്. ഇയാളും കൂടെ പ്രതിയായിട്ട്. ഇയാളൊന്നും ചെയ്തതല്ല, മനസ്സറിഞ്ഞ കാര്യമല്ല, പാവം പിടിച്ചവനാണ്, പാവപ്പെട്ടവനാണ്, ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായി.